അവരവരുടെ വാപ്പ കാണിച്ചു കൊടുത്തൊരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തിന് എതിരായി വരുന്ന, പാരമ്പര്യം നിലനിർത്താൻ കഴിയാതെ വന്നില്ല എങ്കിൽ, പാരമ്പര്യത്തിന് എതിരായിട്ട് പ്രവർത്തിച്ചാൽ ഉള്ള സ്ഥാനവും മാനവും നഷ്ടപ്പെടുമെന്ന് അവർ മനസ്സിലാക്കലാണ് നല്ലത്. ആർക്കും പറയാം, എൻ്റെ വാപ്പ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമിൻ്റെ സമ്മേളനത്തിന് പോയിട്ടില്ല, അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് അതിന് തെളിവ്. പിന്നെ അവിടെ ഖുർആനായത്തും ഹദീസൊന്നും ഓതേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒറ്റ വാക്കുകൊണ്ട് പിന്നെ അതിൻ്റെ മറുപടിയായിത്തീരും. അത് പറയാൻ നമ്മൾക്ക് ധൈര്യവും ശക്തിയും ഉണ്ടാകണം. അത്തരം ആളുകൾ മനസ്സിലാക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇത് എല്ലാത്തിൻ്റെ ഇടയിലും കൂടിയിട്ട് പിറങ്ങിയിട്ട് എല്ലാവരുടെ ഇടയിലും നല്ല ആളാകാൻ വേണ്ടി പോയാൽ തലബുൽ കൊല്ല് ഫോത്തുൽ കൊല്ലാണ്, എല്ലാം നഷ്ടപ്പെട്ടു പോകും. സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുമ്പോൾ അത് മൂലക്ക് വെക്കേണ്ട ഒരു കാര്യമൊന്നുമല്ല. ഇനി അങ്ങനെ ആയാൽ പറ്റുകയില്ല. സുന്നത്ത് ജമാഅത്ത് തന്നെയാണ്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ യഥാർത്ഥ രൂപമാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് നമുക്ക് പഠിപ്പിച്ചെന്നത് തന്നത് മഹാനായ ശൈഖുന ശംസുൽ ഉലമ മഹാനവറുകൾ നബ്ബറല്ലാഹു മർഖദഹു 70-ാം വാർഷികത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്നത് അതാണ്. ഈ സമസ്ത എന്നുള്ളതൊരു പാർട്ടിയല്ല, അത് ഗ്രൂപ്പല്ല, ഒരു വിഭാഗമല്ല, ഒരു സംഘടനയുമല്ല. പിന്നെയോ അത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ യഥാർത്ഥ രൂപമാണ്. ഇന്ന് സുന്നത്ത് ജമാഅത്തിന്റെ ഇടയിൽ കൂടിയിട്ട് ഇങ്ങനെയുള്ള ഓരോരോ ഫിത്നകൾ കൊണ്ടുവന്നിട്ട് ഇത് തകർക്കാൻ കഴിയുമോ എന്ന് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇല്ല. ഇതങ്ങനെ തകർക്കാൻ വേണ്ടി കഴിയുന്ന സാധനമല്ല. ഇത് ബഹുമാനപ്പെട്ട വരക്കൽ വാലവി മുല്ലക്കോയ തങ്ങൾ മഹാനവറുകള് അന്ന് ദുആ ചെയ്തിരിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ നവ്വറല്ലാഹു മർഖദഹു ഞങ്ങളോടൊക്കെ ദർസിൽ വെച്ച് പറഞ്ഞതാണ്. കേൾക്കാത്തവരുണ്ടെങ്കിൽ അത് കേട്ടോ. എന്താ പറഞ്ഞത്? ഈ മഹത്തായ പതാക ബഹുമാനപ്പെട്ട ഇമാം മഹദി തങ്ങളിലേക്ക് കൈമാറണേ എന്ന് ദീർഘനേരം ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ അവിടെ നിന്ന് ദുആ ചെയ്തു എന്ന് സമ്മേളനത്തിൽ കേട്ടതല്ല. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ മഹാനവറുകള് ദർസ് നടത്തുന്ന സമയത്ത് പലപ്പോഴും ഞങ്ങളോട് പറഞ്ഞതാണ്. ഇപ്പൊ ചില ആൾക്കത് കേട്ടിട്ടില്ലെങ്കിൽ ചെവിക്കെന്തോ തകരാറുണ്ടാകും. ആ തകരാറ് ചികിത്സിച്ച് മാറ്റണമെന്നല്ലാതെ മറ്റെന്താണ് പറയാനുള്ളത്? ഈ പതാക മുല്ലക്കോയ തങ്ങളുടെ കാലത്ത് പതാകയുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. മുല്ലക്കോയ തങ്ങളുടെ കാലത്ത് പതാകയുണ്ടോ എന്ന് ചോദിക്കുന്നത് പതാക എന്ന് പറയുന്ന ഈ വാക്കിന്റെ അർത്ഥം അറിയാത്തതുകൊണ്ടാണ്. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, വഅതസിമു ബിഹബിലില്ലാഹി ജമീഅ, നിങ്ങളെല്ലാവരും അള്ളാഹുവിന്റെ കയറ് പിടിക്കണമെന്ന്, എന്നിട്ട് ഒറ്റക്കെട്ടാകണമെന്ന്. എവിടെയാ കയറുള്ളത്? ആ കയറെന്ന് കാണിച്ചു തരുമോ? ഖുർആൻ പറഞ്ഞതല്ല ആ കയറ്. ആ കയറ് എന്ന് പറയുന്നതിന്റെ അർത്ഥം ഈ ആശയമാണത്. ആശയമാണ് തൗഹീദിന്റെ ആശയമാണ് ആ കയറ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്ന് ആർക്കാണ് അതറിയാത്തത്? അത് തന്നെയാണ് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ ദുആ ചെയ്തത്. ഈ പതാക എന്ന് പറഞ്ഞാൽ ഇക്കാണുന്ന ഉയർത്തുന്ന കൊടിയല്ലറോ. ആ പതാക എന്ന് പറഞ്ഞാൽ ഈ ആശയമാണ്, ഈ പ്രസ്ഥാനാണ്. ആ പ്രസ്ഥാനത്തിനും ആശയത്തിനും തെളിയിക്കപ്പെടേണ്ടത് ഒരു കൊടിയിൽ കൂടെയല്ല, മറിച്ച് ആശയം അനുസരിച്ച് ജീവിക്കുന്ന ലക്ഷോപലക്ഷം മോമിനീങ്ങളെ കൊണ്ടാണ്. ആ മോമിനീങ്ങളെ ബഹുമാനപ്പെട്ട ഇമാം മഹദി തങ്ങൾക്ക് സിന്ദാബാദ് വിളിക്കുന്നവരാക്കണേ എന്നാണ് ബഹുമാനപ്പെട്ട മഹദി വരക്കൽ മുല്ലക്കോയ തങ്ങൾ നവ്വറല്ലാഹു മർഖദഹു ബഹുമാനപ്പെട്ടവര് ദുആ ചെയ്തതിന്റെ അർത്ഥമെന്ന് ആർക്കാണ് മനസ്സിലാവാത്തത്? മനസ്സിലാവാത്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും തകരാറുണ്ടാകും. ആരോടെങ്കിലും വെറുപ്പ് വെച്ചിട്ട്, മനസ്സിന്റെ ഉള്ളിൽ വെറുപ്പ് വെച്ചിട്ട് നടക്കുന്നുണ്ടാകും. അവരോട് പറയാനുള്ളത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, വലാ യജ്രിമന്നക്കും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഈദിലു വഅഖറബു ലിത്തഖ്വാ. അതാണ് അവരോട് പറയാനുള്ള മറുപടി. ആരോടെങ്കിലുള്ള വെറുപ്പ് അന്യായത്തിന്റെ വഴിയായി പോകരുത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, 100 കൊല്ലത്തെ സമസ്തയുടെ പ്രവർത്തനം വഹാബിയത്തിനെ ഇവിടെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്.